നമസ്കാരം. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യ അഗ്നിയുണ്ട്. തന്ത്രശാസ്ത്രം പറയുന്ന ഈ സൂക്ഷ്മമായ ഊർജ്ജങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. എങ്ങനെയാണ് ഈ ആന്തരിക അഗ്നിയെ മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കാൻ കഴിയുക? നമുക്ക് നോക്കാം. ഋഗ്വേദത്തിൽ നിന്നുള്ള വളരെ ശക്തവും അതേസമയം നിഗൂഢവുമായ ഈ വരികൾ കേൾക്കൂ. ഞങ്ങൾ സോമം പാനം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ അമർത്യരായിരിക്കുന്നു. അപ്പോ എന്താണ് ഈ പറയുന്ന സോമം? കേവലമൊരു ലഹരി പദാർത്ഥമാണോ ഇത്? അതോ അതിലും എത്രയോ ആഴത്തിലുള്ള ഒരു രഹസ്യം ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? അപ്പോ നമുക്ക് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് വരാം. യോഗ തത്വങ്ങളുടെയെല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഒരു ദ്വൈതമാണ്. അതായത് ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത് പരസ്പരം വിപരീതങ്ങളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് അടിസ്ഥാന ശക്തികളെ ആശ്രയിച്ചാണ്. നമുക്കവയുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതില് ആദ്യത്തേതാണ് അഗ്നി. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇത് തീയുടെ തത്വമാണ്. ഒരു പുരുഷ ഊർജം, സൂര്യനെപ്പോലെ ചൂടും വെളിച്ചവും കൊടുത്തിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന്. നമ്മുടെ ശരീരത്തിലെ ദഹനപ്രക്രിയയില്ലേ, അതുപോലെ ഒന്നിനെ മറ്റൊന്നായി മാറ്റാനുള്ള ആ ഒരു ശക്തി, ആ പരിവർത്തനത്തിന്റെ ഊർജം, അതാണ് അഗ്നി. അപ്പോ അഗ്നിയുടെ നേരെ വിപരീതം അതാണ് സോമം, അതായത് ജലത്തിന്റെ തത്വം. ഇതൊരു സ്ത്രീ ഊർജമാണ്. ചന്ദ്രനെപ്പോലെ തണുപ്പുള്ള എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു ശക്തി. ദ്രവ്യത്തെയും അതിലുള്ള ബോധത്തെയും ആനന്ദത്തെയുമൊക്കെ പ്രതിനിധീകരിക്കുന്നത് ഈ സോമമാണ്. അപ്പോ നോക്കൂ, ഈ രണ്ട് ഊർജങ്ങളെയും നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. അഗ്നി സൂര്യനാണെങ്കിൽ സോമം ചന്ദ്രനാണ്. ഒന്ന് ചൂടാണെങ്കിൽ മറ്റേത് തണുപ്പാണ്. ഒന്ന് പുരുഷ ഊർജം, മറ്റേത് സ്ത്രീ ഊർജം. ഒന്ന് വികസിക്കുമ്പോൾ മറ്റതൊന്നിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിന്റെ ഒരു യിൻ യാങ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഓക്കേ, അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ കാണുന്ന ഈ രണ്ട് അടിസ്ഥാന ശക്തികൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണത് നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജസ്രോതസ്സായി മാറുന്നത്? നമുക്കത് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാല് ഈ അഗ്നിയുടെയും സോമത്തിന്റെയും ഏറ്റവും ശക്തമായ ഒരു സംയോജനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ലൈംഗിക ഊർജ്ജത്തിലൂടെയാണ്. അതെ, ഇത് കേവലം ഒരു ശാരീരികമായ കാര്യം മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഈ രണ്ട് അടിസ്ഥാന ശക്തികളും കൂടിച്ചേരുന്ന ഒരു പോയിന്റാണ്. ആയുർവേദത്തിൽ ഇതിനു മനോഹരമായ ഒരു വിശദീകരണമുണ്ട്. സപ്തധാതുക്കൾ എന്ന് പറയും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമില്ലേ, അത് നമ്മുടെ ശരീരത്തിൽ 7 ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി രൂപാന്തരപ്പെടുന്നു. ഓരോ സ്റ്റെപ്പിലും അത് കുറച്ചുകൂടി ശുദ്ധവും ശക്തവുമായിക്കൊണ്ടിരിക്കും. ഇതൊരു തരം ഡിസ്റ്റിലേഷൻ പ്രോസസ് പോലെയാണ്. അതായത് പ്ലാസ്മയിൽ നിന്ന് തുടങ്ങി രക്തം, പേശി, കൊഴുപ്പ്, അസ്ഥി, പിന്നെ മജ്ജ, ഞരമ്പുകൾ, അങ്ങനെ ഓരോ ഘട്ടവും കഴിഞ്ഞ് ഏറ്റവും അവസാനം ഏറ്റവും സാന്ദ്രവും ശക്തവുമായ പ്രത്യുൽപാദന ധാതുവായി അത് മാറുന്നു. ശരീരത്തിലുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ഊർജ്ജസ്വലമായ പദാർത്ഥം ഇതാണ്. അപ്പോ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഈ അതിശക്തമായ ഊർജം അത് പ്രത്യുൽപാദനത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണോ? അതോ ഇതിനെ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യോഗയിലെ ശുദ്ധീകരണ പ്രാക്ടീസസ്. അതായത് ഈ ശക്തമായ ആന്തരിക ഊർജത്തെ പുറത്തേക്ക് ഒഴുക്കിക്കളയാതെ അതിന്റെ ഗതി മാറ്റി ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയ, ഒരു ഇൻവേർട്ട് ജേർണി. അതുകൊണ്ട് തന്നെ തന്ത്രയുടെ അടിസ്ഥാന തത്വം ഇതാണ്. ലൈംഗിക ഊർജത്തെ കേവലം സുഖത്തിനോ പ്രത്യുൽപാദനത്തിനോ വേണ്ടി പുറത്തേക്ക് വിടാതെ അതിനെ പുനരുജ്ജീവനത്തിനും ഉയർന്ന ബോധാവസ്ഥയ്ക്കും വേണ്ടി ഉള്ളിലേക്കും മുകളിലേക്കും നയിക്കുക. ഇത് ഊർജത്തെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായും ഇതിന് നമ്മുടെ ചിന്തയിലും ഒരു മാറ്റം വരണം. നമ്മുടെ ആഗ്രഹങ്ങളെ പുറം ലോകത്തുനിന്ന് നമ്മുടെ ഉള്ളിലുള്ള ദൈവികതയിലേക്ക് തിരിച്ചുവിടണം. ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തെ ഒരു ആത്മീയമായ കണ്ടെത്തലിനുള്ള ഇന്ധനമാക്കി, ഒരു അഗ്നിയാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ശുദ്ധീകരിച്ചെടുത്ത ഊർജം ശരീരത്തിലൂടെ മുകളിലേക്ക് അതിന്റെ യാത്ര തുടങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു നിഗൂഢമായ ആന്തരിക പാതയിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ മുകളിലേക്കുള്ള യാത്രയിൽ ഈ അഗ്നിക്ക് 2 സൂക്ഷ്മ സഹചാരികളുണ്ട്. ഒന്ന് നാദം, അതായത് നമ്മുടെ ഉള്ളിലെ ശബ്ദം അല്ലെങ്കിൽ പ്രകമ്പനം. പിന്നെ ബിന്ദു, ശുദ്ധമായ ബോധത്തിന്റെ ഒരു തുള്ളി എന്ന് പറയാം. മുകളിലേക്ക് പോകുന്ന അഗ്നിയോടൊപ്പം ഇവ രണ്ടും ചേരുന്നു. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ അഗ്നിയും സോമവും ഒന്നിക്കുമ്പോൾ അവിടെ പുതിയൊരു ശക്തി ജനിക്കുന്നു. അതാണ് വായു,
അതായത് വായുവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിന്റെ തത്വം, നമ്മുടെ പ്രാണൻ, നമ്മുടെ ജീവശക്തി, അതാണ് ഈ സംഗമത്തിൽ നിന്നുണ്ടാകുന്നത്. അപ്പോ തന്ത്രയിൽ സംഭവിക്കുന്നത് ഇതാണ്: ശുദ്ധീകരിച്ച അഗ്നി നട്ടെല്ലിന്റെ താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്ന് തലയുടെ മുകളിൽ സഹസ്രാരചക്രത്തിലുള്ള അമൃതുമായി, അതായത് സോമവുമായി ഒന്നിക്കുന്നു. ഇതിനെയാണ് പലപ്പോഴും ശിവശക്തി സംഗമം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. അപ്പോ ഈ ആന്തരികമായ കൂടിച്ചേരലിന്റെ ഫലം, അതിന്റെ ലക്ഷ്യമെന്താണ്? ഇവിടെയാണ് സോമം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ആദ്യം ഋഗ്വേദത്തിൽ കേട്ട അമർത്യതയുടെ അമൃത്, അതൊരു ഫിസിക്കൽ പദാർത്ഥമല്ല, മറിച്ച് അഗ്നിയും സോമവും സഹസ്രാരചക്രത്തിൽ ഒന്നിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരുമയുടെയും ആനന്ദത്തിന്റെയും പൂർണ്ണമായ ബോധത്തിന്റെയും ഒരവസ്ഥയാണ്. അപ്പോ ഈയൊരു യാത്രയുടെ അവസാനം നമുക്കൊരു ചോദ്യം ചോദിക്കാം. ജീവിതത്തിലെ ആത്യന്തികമായ അമൃത് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി കണ്ടെത്തേണ്ട ഒന്നല്ല, മറിച്ച് നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ തന്നെ നിർമ്മിച്ചെടുക്കേണ്ട ഒന്നാണെങ്കിലോ?